അത് അവിടേക്ക് നോക്കൂ, മഴ. ഇവിടെയും നോക്കൂ, മഴ. ഇവിടേക്ക് നോക്കൂ, വെള്ളം കെട്ടിക്കിടക്കുന്നു. പുറത്തോട്ട് നോക്കൂ. ഇതാണ് നമ്മുടെ പരിപാടി. ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് വീട്ടിലിരുന്നിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. കിടന്നുറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മഴയിൽ പുറത്തിറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയേക്കണം, സൈറ്റിലോട്ട് വന്നിരിക്കണം. ഇതാണ് നമ്മുടെ വർക്ക് സൈറ്റ്. 4 ഫ്ലോറുണ്ട്. 4 ഫ്ലോറിലോട്ടുള്ള വർക്ക്, വിൻഡോസ് ആണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കിടക്കുന്നതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇതിപ്പോൾ കട്ട് ചെയ്ത് പകുതി കഴിഞ്ഞ്. 3 ഫ്ലോറിൻ്റെ വിൻഡോസ് ഫ്രെയിം വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ 1 ഫ്ലോറിൻ്റെ കൂടി ഉള്ളു. ഇന്നത്തെ വർക്ക് ഇതാ കൂട്ടിയിരിക്കുന്ന 8 ഫ്രെയിമുണ്ട്. 8 ഫ്രെയിമിൻ്റെ വിൻഡോസിൻ്റെ 8 ഫ്രെയിം കൂട്ടുക. ഇതാണ് നമ്മുടെ മുതൽ. ചാർലി സിനിമയിൽ പറയുന്നത് പോലെ ഓരോ വിൻഡോ തുറന്നാലും ഓരോ കാഴ്ചകളാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ കുറേ കുഴികളും ചപ്പും ചവറും കുറേ കാട് പിടിച്ച സ്ഥലവും, പിന്നെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റി ടാങ്കിൻ്റെ കുഴികൾ, മനോഹരമായ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഒരു കാറ്റ് പോലും കിട്ടാത്ത ഏരിയ. പിന്നെ വാതിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴുള്ളത്. മഴ പെയ്ത് തുള്ളി 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 വീഴുന്ന മഴത്തുള്ളികളും, വിൻഡോ പിടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഫ്ലാറ്റുകളിൽ നിറഞ്ഞു കിടക്കുന്ന മഴവെള്ളങ്ങളും, അതിലൂടെ ചവിട്ടി ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടോടുന്ന കുറേ ആൾക്കാർ. കയറുന്ന സ്റ്റെപ്പ് വരെ വെള്ളമാണ്. വെള്ളമാണോ മൂത്രമാണോന്ന് അറിയാൻ പാടില്ല. എന്നാലും വെള്ളം ഓടുന്നത് നമ്മളങ്ങോട്ട് വിശ്വസിക്കുക. ചാർലി സിനിമയെ കാണുന്നവർ മറ്റുള്ളവൻ്റെ ജനൽ തുറന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ വാതിൽ തുറന്ന് നോക്കുക. വൈകുന്നേരത്തേക്കുള്ള തച്ചൊപ്പിക്കാനുള്ള പരിപാടി നോക്കുക. ഈ കാണുന്ന റൂമുകളിൽ, പൊടി പിടിച്ച് കിടക്കുന്ന റൂമുകളിൽ, വെള്ളം കെട്ടിക്കിടക്കുന്ന റൂമുകളിൽ ഈ കാണുന്ന വിൻഡോകൾ പണിയുക. അതാണ് നമ്മുടെ ഇന്നത്തെ പണി. ഇപ്പം ഞായറാഴ്ചയാണ്, മഴയാണ്, വീട്ടിൽ കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ കാണുന്ന വാതിൽ തുറന്ന് പണിയെടുക്കാൻ ശ്രമിക്കുക. വൈകുന്നേരത്തേക്കുള്ള ചിലവാശ് ഒപ്പിക്കുക. എന്നിട്ട് ആ കാശ് കൊണ്ടടിച്ച് പുട്ടടിച്ച് തീർക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്ത് മാന്യമായ ശത്രുവാകുക.